പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമ്മർദ്ദത്തിന് വഴങ്ങുന്ന വ്യക്തിയല്ല. ഇന്ത്യയുടെ ഉറച്ച നിലപാട് ലോകം കണ്ടതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യ ടുഡേക്ക് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹത്തിന്റെ ഈ പരാമർശം. തീരുവകളുടെ പേരിൽ അമേരിക്ക ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. ഇന്ന് ആരംഭിക്കുന്ന പുടിന്റെ 2 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിന് മുന്നോടിയായാണ് അഭിമുഖം നൽകിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തെ അദ്ദേഹം പ്രശംസിച്ചു. ഇന്ത്യയുടെ ഉറച്ച നിലപാട് ലോകം കണ്ടതാണെന്ന്, രാജ്യത്തിന് അതിന്റെ നേതൃത്വത്തിൽ അഭിമാനിക്കാമെന്നും പുടിൻ പറഞ്ഞു. റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള 90% ഉഭയകക്ഷി ഇടപാടുകളും വിജയകരമായി പൂർത്തിയാക്കിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്റെ സുഹൃത്തായ പ്രധാനമന്ത്രി മോദിയെ കാണാൻ ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്നതിൽ വളരെ സന്തോഷമുണ്ടെന്ന് പുടിൻ വ്യക്തമാക്കി. അടുത്ത കൂടിക്കാഴ്ച ഇന്ത്യയിൽ വെച്ച് നടത്താൻ ഞങ്ങൾ സമ്മതിച്ചിരുന്നതായും അദ്ദേഹം പറഞ്ഞു. എന്റെ സുഹൃത്തായ പ്രധാനമന്ത്രി മോദിയെ കാണാൻ ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്നതിൽ സന്തോഷവാനാണ്. സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ഇന്ത്യ കൈവരിച്ച വളർച്ചയെ അദ്ദേഹം പ്രശംസിച്ചു. 77 വർഷം എന്ന താരതമ്യേന കുറഞ്ഞ കാലയളവിൽ രാജ്യം ശ്രദ്ധേയമായ വളർച്ച നേടിയെന്നും അദ്ദേഹം പറഞ്ഞു. ബഹിരാകാശം, പര്യവേഷണം, ആണവോർജ്ജം, കപ്പൽ നിർമ്മാണം, വിമാന നിർമ്മാണം തുടങ്ങിയ പ്രധാന മേഖലകളിലായി വിപുലമായ സഹകരണ പദ്ധതി ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഉണ്ടെന്നും പുടിൻ സൂചിപ്പിച്ചു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലുള്ള വിഷയങ്ങളും ചർച്ച ചെയ്തേക്കാം. ചൈനയിൽ നടന്ന ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി മോദിയുമൊത്തുള്ള ലിമോസിൻ യാത്രയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആ ആശയം തന്റേതായിരുന്നെന്ന് പുടിൻ പറഞ്ഞു. മോദിയുമൊത്തുള്ള കാർ യാത്രയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: പ്രധാനമന്ത്രി മോദിയുമൊത്തുള്ള കാർ യാത്ര എന്റെ ആശയമായിരുന്നു. അത് ഞങ്ങളുടെ സൗഹൃദത്തിന്റെ പ്രതീകമാണെന്നും പുടിൻ പറഞ്ഞു. സമ്മേളനത്തിന് അജണ്ടയെക്കുറിച്ചാണ് അവർ സംസാരിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് മുൻകൂട്ടി ആസൂത്രണം ചെയ്തതായിരുന്നില്ല. ഞങ്ങൾ പുറത്തിറങ്ങി, എന്റെ കാർ അവിടെ ഉണ്ടായിരുന്നു. ഒരുമിച്ച് യാത്ര ചെയ്യാൻ ഞാൻ നിർദ്ദേശിച്ചു. ഞങ്ങൾ സുഹൃത്തുക്കളെ പോലെ കാറിൽ കയറിയെന്നേ ഉള്ളൂ. യാത്രയിലുടനീളം ഞങ്ങൾ സംസാരിച്ചു. എപ്പോഴും എന്തെങ്കിലും ചർച്ച ചെയ്യാനുണ്ടാകും. അതിനുശേഷം ഞങ്ങൾ കുറച്ചധികം നേരം കാറിൽ ഇരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. ഈ അസാധാരണമായ കാർ യാത്രയെക്കുറിച്ച് അന്ന് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചത് ഇങ്ങനെയാണ്: SCO ഉച്ചകോടിക്ക് ശേഷം പുടിനും ഞാനും ഞങ്ങളുടെ ഉഭയകക്ഷി കൂടിക്കാഴ്ചയുടെ വേദിയിലേക്ക് ഒരുമിച്ച് യാത്ര ചെയ്തു. അദ്ദേഹവുമായുള്ള സംഭാഷണങ്ങൾ എപ്പോഴും ഉൾക്കാഴ്ച നൽകുന്നതാണ്. അതേസമയം ഇന്ന് ഇന്ത്യയിലെത്തുന്ന പുടിനുമായി പ്രാദേശിക ആഗോള വിഷയങ്ങളിലടക്കം ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ച നടക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. റഷ്യ യുക്രൈൻ സംഘർഷത്തിനു ശേഷമുള്ള പുടിന്റെ ആദ്യ ഇന്ത്യ സന്ദർശനം അതീവ പ്രാധാന്യത്തോടെയാണ് ലോകം ഉറ്റുനോക്കുന്നത്. ട്രംപ് ഭരണകൂടം ചുമത്തിയ 50% തീരുവ കയറ്റുമതി മേഖലയ്ക്ക് ആഘാതമായ സാഹചര്യത്തിൽ റഷ്യയുമായി വ്യാപാര ബന്ധം വിപുലപ്പെടുത്താനാകും ഇന്ത്യയുടെ ശ്രമം. US ഭീഷണിയെ തുടർന്ന് റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി ഇന്ത്യ വെട്ടിക്കുറച്ചിരുന്നു. റഷ്യയിലേക്ക് കൂടുതൽ യന്ത്രഭാഗങ്ങൾ, രാസവസ്തുക്കൾ, ഭക്ഷ്യവസ്തുക്കൾ, മരുന്ന് എന്നിവ കയറ്റുമതി ചെയ്യാനാണ് ഇന്ത്യ താൽപര്യപ്പെടുന്നത്. ഇതുമായി ആണവോർജ്ജ സഹകരണം കൂടുതൽ ശക്തമാക്കാനുള്ള ധാരണാപത്രത്തിന് റഷ്യൻ മന്ത്രിസഭ അംഗീകാരം നൽകിയിട്ടുണ്ട്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.